ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ലഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ചോറ് ഉൾപ്പെട്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചോറില്ലാത്ത ഒരു ലഞ്ച് മെനു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പണ്ട് കാലത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു കൂട്ടാനാണ് പടുകൂട്ടാൻ. എല്ലാ ദിവസവും ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടാനും അതുപോലെ തന്നെ അതിലോട്ട് നല്ല ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഒരു ചില്ലിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പടുകൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേമ്പൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് വേറെ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ചേമ്പിൻ്റെ അടിഭാഗം, അതായത് അതിൻ്റെ വേരൊക്കെ ഉള്ള ഭാഗം, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ തള്ള എന്ന് പറയും, ഈ ഒരു ഭാഗം വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം വേവിക്കേണ്ടി വരും. കുക്കറിലാണ് നമ്മളിപ്പോൾ ഇത് വേവിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തള്ളഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തള്ളഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, വേരിൻ്റെ ആ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇതിന് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഇതൊക്കെ വെന്ത് ഉടയണം. അപ്പോഴാണ് നമ്മുടെ പടുകൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു ചേമ്പിൻ്റെ ഈ ഒരു അടിഭാഗം ഉണ്ടല്ലോ, ഈ വേരുള്ള ഭാഗം, നമ്മൾ തള്ള എന്ന് പറയുന്ന ഈ ഭാഗം, ഇതിപ്പോൾ നല്ല ഒരു ഹാർഡുള്ളൊരു പോർഷനാണ്. അപ്പോൾ ഇത് നല്ല ഇതിൽ ചെറുതായിട്ട് കട്ട് ചെയ്യണം. എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യണോ അത്രയും ടേസ്റ്റ് നമ്മളെ കൂട്ടാൻ കൂടും കേട്ടോ. പിന്നെ പെട്ടെന്ന് വെന്തും കൂട്ടും. നല്ല വെന്ത് ഉടയണം, അപ്പോഴാണ് നമ്മളെ പടുകൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചേമ്പിൻ്റെ തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കൊടുക്കാം. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേമ്പിൻ്റെ ലീഫാണ്, ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ചേർക്കണ്ട, ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. അതുപോലെ ചേമ്പിൻ്റെ അടിഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 3 വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ചേമ്പ് കളച്ച സമയത്ത്. അതും തൊലി കളഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബൗളിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ചേർക്കാനുള്ളതാണ്, ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായയുടെ ഒരു പകുതി പീസ് എടുത്തിട്ട് ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട്, ഞാൻ കുക്കർ ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ, ഈ പപ്പായയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ കുക്കർ ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ പപ്പായ തൊലി കളഞ്ഞ് കട്ട് ചെയ്തപ്പോഴത്തേന് നമ്മളിത് ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ജസ്റ്റ് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് പിന്നെ ഒരു വിസിലും കൂടി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു അരപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. കാന്താരി മുളക് ഈ കൂട്ടാനക്ക് നല്ല ടേസ്റ്റ് ആയിട്ട്, അതിൻ്റെ ഒരു ഫ്ലേവറാണ്. പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 10-12 ചുവന്നുള്ളി, 4 5 6 ഒരു വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഞാൻ ഇപ്പോൾ 5 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 3 മതി. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കൂടുതൽ കറിവേപ്പില, 1/4 കപ്പ് തേങ്ങ ചിരവിയത്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് ഇത് അരയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. തിക്ക് പേസ്റ്റായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. കുറച്ച് ഇത് അരയാനുള്ളൊരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2ാമത്തെ വിസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം ഇത് തുറന്നാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഇടിച്ചക്ക ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇടിച്ചക്കയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞിട്ട് ഈ ഒരു പീസ് വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വരാൻ വേണ്ടി സ്റ്റെയിനറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതുപോലെ കുറച്ച് ഗരം മസാല പൗഡർ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഇതിലോട്ട് ചിക്കൻ മസാലയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ. അപ്പോൾ ചിക്കൻ മസാല ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂണ് മൈദയും കൂടിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടു, പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് വിനാഗിരിയാണ്, അതായത് സുർക്ക. സുർക്ക ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീരും ചേർക്കാം, രണ്ടും ചേർക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഇതൊരു പേസ്റ്റായിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള ഒരു ചക്ക ചില്ലിയാണ് കേട്ടോ. അപ്പോൾ മൂത്ത ചക്ക കൊണ്ടും പറ്റും കേട്ടോ അത്.
അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ചക്കയും ഇടിച്ചക്കയുടെ പ്രായം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ വല്ലാതെ മൂത്തിട്ടൊന്നുമില്ല, കുറച്ച് ഇടിച്ചക്കയുടെ പ്രായം കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ഇടിച്ചക്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഫ്രൈ ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ പടുകൂട്ടാനാകുമ്പോൾ മക്കൾ ഒറ്റയ്ക്ക് കഴിക്കില്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ചക്ക കിട്ടിയപ്പോൾ ചക്ക വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നമുക്കത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ഇതുപോലെ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിൽ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക. അപ്പോൾ അത് ചൂടാകുന്ന സമയം കൊണ്ട് നമ്മുടെ ഇവിടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമ്മളെ പടുകൂട്ടാൻ്റെ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പം കുക്കറിന്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കണ്ടോ നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നിങ്ങൾക്ക് കപ്പ ചേർക്കാൻ ഇഷ്ടമാണ്, കപ്പ പറഞ്ഞാൽ പൂള അറിയാം നമ്മുടെ നാട്ടിൽ, അത് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിനിഷ്ടമില്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കപ്പ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ കപ്പ ഇപ്പോൾ ചേർക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളടുത്ത് ചേമ്പിൻ്റെ വിത്തുണ്ടല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പറ്റ വെള്ളമില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് വെച്ചാൽ ചേമ്പിൻ്റെ വിത്ത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മളെടുത്ത ചേമ്പിൻ്റെ ലീഫും കൂടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചേമ്പിൻ്റെ ലീഫ് എടുക്കുമ്പോൾ ചേമ്പിൻ്റെ ഇളയ തണ്ടിൻ്റെ ലീഫാണ് കേട്ടോ എടുക്കേണ്ടത്. ആ തൂമ്പല ഉണ്ടല്ലോ അതാണ് എടുക്കേണ്ടത്, മൂത്ത ഇല എടുക്കരുത് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിലിന് ശേഷം നമുക്ക് അത് ഓഫാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച മസാല തേച്ച് വെച്ച ചക്കയുടെ പീസസ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ചൂടായതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കുഴിയുള്ള പാത്രത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതിന് കുറച്ച് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു അത്യാവശ്യം ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് വേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് നല്ലത് വെന്ത് നല്ല ഫ്രൈ ആയി കിട്ടുക. ആ ഒരു സമയത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം, ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചക്ക ചില്ലിയാണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ പടുകൂട്ടാൻ്റെ കൂടെ ശരിക്കും ഒരു പപ്പടം പൊരിച്ചതോ ചെറുതായിട്ടൊരു കഞ്ഞിയൊക്കെ ഉണ്ടായാൽ മതി. അപ്പോൾ ഞങ്ങളിന്ന് ചോറ് വെച്ചിട്ടില്ല. ചോറ് ഈ കൂട്ടാനുണ്ടാക്കുന്ന ദിവസം ചോറ് വെച്ചാൽ ആരും കഴിക്കില്ല, വെറും കൂട്ടാൻ മാത്രമാണ് ഇവിടെ എല്ലാവരും കഴിക്കുക. അപ്പോൾ ഞാൻ കൂട്ടാനുണ്ടാക്കുന്ന ദിവസം ഇവിടെ ചോറ് വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് 2 പച്ചമുളകും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ചില്ലിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഓവറായിട്ട് കുക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട സമയത്ത് ഇട്ടിട്ടില്ലായിരുന്നു. ലാസ്റ്റ് അത് മാത്രം ഫ്രൈ ചെയ്തിട്ടാണ് മുകളിലോട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ ആ ഒരു തള്ളഭാഗമൊക്കെ വേവിച്ച് എടുത്തതാണ്. പിന്നെ അതിന് ശേഷം ഈ ലീഫും ഈ ഒരു ചേമ്പിൻ്റെ വിത്തും മാത്രമേ വേവാനുള്ളായിരുന്നു. അപ്പോൾ അതിനധികം വേവില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ തന്നെ മതിയാവും. ഒരു വിസിലടിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഒന്നും ഇങ്ങോട്ട് പ്രഷർ വന്നതിന് ശേഷം തന്നെ ഓഫാക്കിയിട്ടാൽ മതിട്ടോ, അത്രയും വേവുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരേക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം, ഉപ്പ് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊന്ന് തിളച്ച് ഉപ്പ് നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അരപ്പ് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കറിവേപ്പിലൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിലോട്ട് നമുക്ക് ഏത് രീതിക്കാണോ വെള്ളത്തിൻ്റെ ഇത് അളവിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിക്കാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല ഓൾറെഡി തിക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. പക്ഷേ ലൂസ് ആക്കാനായിട്ട് പറ്റില്ല, നമുക്ക് തിക്കുള്ളതാണ് വേണ്ടത്. കാരണം നമുക്ക് ഇത് മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്, ചോറ് കഴിക്കുന്നില്ല. കാരണം കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ടല്ലോ. ഇതിലിപ്പോൾ എല്ലാം ഉണ്ട്, ലീഫുണ്ട്,
അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടിൽ ധാരാളം ഫൈബർ അടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എല്ലാ ഇതും ഈ ഒരു പടുകൂട്ടാനിൽ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പപ്പായ ചേർത്തിട്ടുണ്ട്, അതിൽ വിറ്റാമിൻ സിയുടെ ഒരു കലവറയാണ് പപ്പായ. അപ്പോൾ നമുക്ക് ശരീരത്തിന് വേണ്ടത് എല്ലാ ഇതും നമുക്ക് ഈ ഒരു പടുകൂട്ടാനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ നമുക്ക് പിന്നെ ടേസ്റ്റിന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്ക ചില്ലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല നല്ല നാടൻ പടുകൂട്ടാനും ചക്ക ചില്ലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരേക്കും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. ഒരു ദിവസം ഇതുപോലെ ചോറ് കഴിക്കാതെ ഈ ഒരു പടുകൂട്ടാൻ മാത്രം കഴിച്ച് നോക്കി. നല്ല വയറിനൊക്കെ നല്ലൊരു ആശ്വാസം, നല്ലൊരു സുഖം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.